കൊച്ചി കത്രകടവിൽ തീപിടുത്തം. പെയിന്റ് കടയ്ക്കാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. പെയിന്റ് കടയ്ക്കുള്ളിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. അജിത് ബാബു ഉണ്ട് കൊച്ചിയിൽ നിന്ന്. അജിത്ത്, തീ അണച്ചെന്ന് മനസ്സിലാകുന്നു. ഷോർട്ട് സർക്യൂട്ട് അത് തന്നെയാണോ അപകട കാരണം? ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്കുണ്ടോ? എന്താണ് വിവരങ്ങൾ? സേതുലക്ഷ്മി, പൂർണ്ണമായും തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സിനും നാട്ടുകാരും തമ്മിൽ നടത്തിയ കൃത്യമായ ഇടപെടൽ മൂലം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് വലിയ തരത്തിൽ അപകടം ഉണ്ടാകേണ്ട സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതാണ് ഒഴിവായത്. നമുക്ക് ഈ കാണുന്ന സ്ഥലം ഇവിടെ പൂർണ്ണമായി ഇതിന്റെ അകത്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ ആളുകൾ ഉൾപ്പെടെ അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. പെട്ടെന്ന് തന്നെ തീ പടർന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഇവിടെ ഓടിക്കൂടുകയും ഇവിടുത്തെ തൊഴിലാളി സംഘടനകളിലെ ആളുകൾ എത്തുകയും അതുപോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഫയർഫോഴ്സ് എത്തുകയും ചെയ്തതോടുകൂടിയാണ് ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. പെയിന്റ് കടയും അതോടൊപ്പം തന്നെ ഹാർഡ്വെയർ ഷോപ്പുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം പെയിന്റ് പാത്രങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായി. 3 ഗ്യാസ് സിലിണ്ടറുകൾ ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷേ വേഗം തന്നെ ഇത്തരത്തിൽ ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിയോടുകൂടി ഈ ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ പൊട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ കൂടുതൽ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിന്റെ നേരെ മുകളിലുള്ള ഭാഗത്ത് ലേഡീസ് ഹോസ്റ്റലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ലേഡീസ് ഹോസ്റ്റലിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പല സ്ഥലത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ ലേഡീസ് ഹോസ്റ്റലിൽ പൂർണ്ണമായും ആളുകളുണ്ടായിരുന്നു. അവരെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അവർക്ക് പുക വന്നതോടുകൂടി പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. രാത്രി സമയങ്ങളിൽ വല്ലതുമായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് പറയാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വലിയ അപകടം സൃഷ്ടിച്ചതിനെ എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. ഏതാണെങ്കിലും ഇവിടെ ഉണ്ടായ തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സംയുക്തമായ ഇടപെടലാണ് അതിന് കാരണം. സേതുലക്ഷ്മി. ശരി അജിത്ത്.